ഒരു വാർത്ത ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് സമഗ്രമായിരിക്കണം, സമ്പൂർണമായിരിക്കണം. അതിലെ ഏതെങ്കിലും ഭാഗങ്ങൾ മാറ്റി നിർത്തിയിട്ട് ആ വാർത്ത കൊടുത്താൽ അതിൻ്റെ അർത്ഥം നമുക്ക്, അതായത് ആ വാർത്ത അവതരിപ്പിക്കുന്ന ആളിന് എന്തൊക്കെയോ ചിലത് ഒളിക്കാനുണ്ട് എന്നാണ്. ഈ സമീപകാലത്ത് നടന്ന ഒരു വാർത്തയിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ ചാനലുകൾ എങ്ങനെയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തത് എന്നറിയുമ്പോഴാണ് നമുക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്തെ ഒരു ഡെൻ്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. നിതിൻ രാജ് എന്നു പേരുള്ള തിരുവനന്തപുരംകാരനാണ് ആത്മഹത്യ ചെയ്തത്. 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു. അതായത് ആ കോളേജിലെ അധ്യാപകരിൽ നിന്ന് നേരിട്ട കൊടിയ ജാതി പീഡനം, ജാതി വേർതിരിവ്, ജാതി പറഞ്ഞുള്ള അപമാനം, ഇതൊക്കെയാണ് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പയ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഉയർന്ന പരാതിയും ആരോപണവും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റാം എന്നു പേരുള്ള ഒരു അധ്യാപകൻ, അതായത് അവരുടെ വകുപ്പ് മേധാവി, അതുപോലെ സംഗീത എന്ന മറ്റൊരു അധ്യാപിക, രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേർക്കും എതിരെ കേസെടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിതിൻ രാജിൻ്റെ മരണം ഒഴിവാക്കേണ്ടതായിരുന്നു. അതിദാരുണമാണ് ആ സംഭവം. ദന്ത ഡോക്ടറാകാൻ കൊതിച്ച ഒരു പയ്യന് അകാലത്തിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകേണ്ടി വന്നു, ജീവൻ വെടിയേണ്ടി വന്നു. തികച്ചും ദുഃഖകരമായ ഒരു സംഭവം തന്നെ. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ മാപ്രകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അവരൊരിക്കലും ഈ ഡെൻ്റൽ കോളേജിൻ്റെ പേര് പറഞ്ഞില്ല. ഇതൊരു സ്വകാര്യ ഡെൻ്റൽ കോളേജാണ്. കണ്ണൂർ, അതായത് അഞ്ചരക്കണ്ടി കണ്ണൂർ ഡെൻ്റൽ കോളേജ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലും പൂർണ്ണമായിട്ടും പറയാൻ ഇവർ തയ്യാറായില്ല. ഈ റാം ആരാണ്, ഈ റാം എവിടുത്തുകാരനാണ്, ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാത്ത മാധ്യമങ്ങൾ പക്ഷേ ഒരു കാര്യം ചെയ്തു. അതായത് കൊടിയ ജാതി പീഡനത്തിൻ്റെ, സവർണ മേധാവിത്വത്തിൻ്റെ ഇരയാണ് നിതിൻ രാജ് എന്ന് പറയാതെ പറഞ്ഞു വെച്ചു. ഒരു മാധ്യമം, അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ സംപ്രേഷണം തുടങ്ങിയ ഒരു മാധ്യമമാണ് ബിഗ് TV. ആ ബിഗ് TVയിൽ ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിയ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് വേണു ബാലകൃഷ്ണൻ എന്നാണ്. അതായത് നേമത്ത് BJP ജയിക്കുന്നതിൽ വലിയ ആശങ്ക പേറുന്ന ഒരു വ്യക്തി. എവിടെയെങ്കിലും BJPക്ക് ജയമുണ്ടായാൽ അതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്ന ആളാണ് വേണു ബാലകൃഷ്ണൻ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻ RSS പ്രചാരകനാണ്. വേണു എത്രത്തോളം ആശങ്കപ്പെടുന്നു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ വേണു ബാലകൃഷ്ണൻ അവിടെ ആ ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയിൽ കൊടുത്ത ഒരു ടാഗ് ലൈൻ, അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് കൊടുത്ത ഒരു പേര് ജാതിവെറിയുടെ റാം രാജ്യം എന്നാണ്. ഇത് എങ്ങനെയാണ് ഈ ജാതിവെറിയുടെ റാം രാജ്യമായി മാറിയത് എന്നെനിക്കറിയില്ല. കാരണം ഈ അഞ്ചരക്കണ്ടിയിലെ ഈ കണ്ണൂർ ഡെൻ്റൽ കോളേജിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഒരു അബ്ദുൾ ജബ്ബാർ ഹാജിയാണ്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ നിയന്ത്രണത്തിലുള്ള പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജാണ് ഈ കണ്ണൂർ അഞ്ചരക്കണ്ടി കണ്ണൂർ ഡെൻ്റൽ കോളേജ്. ഇവർക്ക് PDP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന് കേൾക്കുന്നു. അതായത് നമ്മുടെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പെട്ട് ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടിയുമായിട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് വളരെ ദുരൂഹമായ ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡെൻ്റൽ കോളേജും മറ്റൊരു മെഡിക്കൽ കോളേജും ഒപ്പം ഒരു എഞ്ചിനീയറിംഗ് കോളേജുമുണ്ട്. ഒരു വലിയ ക്യാമ്പസാണ്. 300 ഏക്കർ ഭൂമിയിലാണ് ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത്. ഈ 300 ഏക്കർ ഭൂമി കയ്യേറിയതാണ് എന്ന ലാൻഡ് റവന്യൂ ബോർഡിൻ്റെ താലൂക്ക്, ഈ അഞ്ചരക്കണ്ടിയിലുള്ള താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്, ലോക്കൽ ചാനലുകളൊക്കെ ഇത് പുറത്തുവിട്ടിട്ടുണ്ട് രേഖകൾ സഹിതം. അതായത് ഈ ലാൻഡ് റവന്യൂ ബോർഡ്, സംസ്ഥാന ലാൻഡ് റവന്യൂ ബോർഡിന് കൊടുത്ത റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 300 ഏക്കർ ഭൂമി ഇത് തോട്ടഭൂമി ആണെന്നാണ് ഇവർ പറയുന്നത്. കറപ്പട്ട
യുടെ തോട്ടം, ഈ നമ്മുടെ ഈ കറുവപ്പട്ട എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്, ഈ മസാലയിലൊക്കെ ചേരുന്നതാണ്. അതിൻ്റെ ഒരു തോട്ടമായിരുന്നു ഈ ഭൂമി എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇത് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്നതാണ്. അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയും, വളരെ പുരാതനമായ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു ബംഗ്ലാവും ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കേണ്ടതായിരുന്നു. അത് ഏറ്റെടുത്തില്ല. പകരം ഇവർ ഈ ഭൂമി കയ്യേറിയിട്ട് ഈ ക്രിസ്ത്യൻ പള്ളിയും ആ ബംഗ്ലാവും പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ ഈ കോളേജ് നിർമ്മിച്ചത്. മാത്രമല്ല അതിനകത്ത് അവർ ഒരു മുസ്ലിം പള്ളിയും നിർമ്മിച്ചു. അതായത് ഈ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഹാഗ്യ സോഫിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാം. എന്തായാലും അവിടെ ഈ കോളേജെല്ലാം നിർമ്മിച്ചു. 300 ഏക്കർ കയ്യേറിയതാണ് എന്ന് വ്യക്തമാണ്. അതുമാത്രമല്ല ഈ കെട്ടിടങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പെർമിഷൻ, ലൈസൻസ് ലഭിച്ചിട്ടില്ല. അതുപോലെ ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചിട്ടില്ല. ഇതൊന്നും ലഭിക്കാതെയാണ് ഇവർ ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചത്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ തന്നെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. അബ്ദുൾ ജബ്ബാർ ഹാജി LDFും UDFുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും അദ്ദേഹത്തിന് വളരെ അടുത്ത് ബന്ധമുണ്ട്. 2006 ഇവിടെ നിർമ്മാണം തുടങ്ങുന്നത്. ഏതാണ്ട് 2011 ശേഷമാണ് ഈ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെക്കുറിച്ച്, അബ്ദുൾ ജബ്ബാർ ഹാജിയെക്കുറിച്ച് വളരെ വലിയ പാടിപ്പുകഴ്ത്തലുകളൊക്കെ നടത്തിയതാണ്. തനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് അബ്ദുൾ ജബ്ബാർ ഹാജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും കൂടി നമ്മൾ അറിയണം. അദ്ദേഹം ഭൂമി തരം മാറ്റത്തിൽ കൃത്രിമം കാണിച്ചതിന് ഒരു കേസിൽ പ്രതിയാണ്. അതുമാത്രമല്ല ഇദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലാണ്. ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം കള്ളപ്പണ സംബന്ധമായ ഒരു ഇടപാടിലും അദ്ദേഹത്തിന് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും മലേഷ്യയിൽ കഴിയുന്ന ഈ വ്യക്തിക്ക്, അബ്ദുൾ ജബ്ബാർ ഹാജിക്ക് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ അധ്യാപകൻ, അതായത് റാം എന്ന് പറയുന്ന അധ്യാപകൻ ആന്ധ്രാക്കാരനാണ്. അദ്ദേഹവും ഒരു ദളിതനാണ്. ഇത്രയൊക്കെ വിവരങ്ങൾ ഉണ്ടായിട്ടും ഈ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ, പ്രത്യേകിച്ചും വേണു ബാലകൃഷ്ണന് ഇതൊരു റാം രാജ്യം, അതായത് രാമരാജ്യത്താണ് ഒരു ദളിതൻ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വൃത്തികെട്ട നരേറ്റീവ് സൃഷ്ടിക്കാനാണ് വേണു ബാലകൃഷ്ണൻ ശ്രമിച്ചത്. നോക്കൂ, ഈ കുട്ടിയെ, ഈ യുവാവിനെ പീഡിപ്പിച്ചതും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതും മറ്റൊരു ദളിതനായ അധ്യാപകനാണ്. ഈ ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അബ്ദുൾ ജബ്ബാർ ഹാജി, അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഇസ്ലാം മത വിശ്വാസികളുടേതാണ്. എന്നിട്ടും എന്തിനാണ് ഈ രാമനെ ഇവിടെ കൊണ്ടുവന്ന് വേണു ബാലകൃഷ്ണൻ കെട്ടാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇത് രക്തത്തിൽ കലർന്നുപോയ ഒരു കുഴപ്പമാണ്. ഇതിന് ചികിത്സയില്ല. ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമല്ല എന്നും കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇത്രയൊക്കെ നടന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് കഴിഞ്ഞ മാസം 5-ാം തീയതി ആണ് ഇതിനെ സംബന്ധിച്ച ഈ താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡ് ഈ ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നും ഇവർക്ക് ഇവിടെ ഇത് നടത്താനുള്ള യാതൊരു അർഹതയും അധികാരവും ഇല്ലെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ലാൻഡ് റവന്യൂ ബോർഡിന് ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുകയോ അത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയോ ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ അഞ്ചരക്കണ്ടിയിലെ ലോക്കലായിട്ട് ആ പ്രദേശത്ത് തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ ദുരൂഹമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അതായത് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് അറിയില്ല ഇതിൻ്റെ ഉടമസ്ഥരാരാണെന്ന്, ഇതിൻ്റെ മാനേജ്മെൻ്റ് ആരാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സംബന്ധിച്ച് വല്ല അറിവും ഉണ്ടാകുമോ? ഇല്ല തന്നെ. അതുമാത്രമല്ല അവിടെ ഈ കോളേജ് നടത്തുന്നവർക്ക് എന്തൊക്കെയോ ദുരൂഹമായ പശ്ചാത്തലമുണ്ട്. അതായത് ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ മക്കളായ ജസീറത്ത് ജബ്ബാർ, ജാബിർ ജബ്ബാർ, ജുനൈദ് ജബ്ബാർ, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് നടത്തുന്നത്. ഈ ട്രസ്റ്റിൽ
ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും അംഗങ്ങളാണ്. അതുപോലെ റോയൽ പാർക്ക് ഹോട്ടൽ ലിമിറ്റഡ്, അതുപോലെ സിനാമൽ ക്ലാസിക് ഹോട്ടൽ ലിമിറ്റഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വളരെ ദുരൂഹമായ ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ അഞ്ചരക്കണ്ടി കണ്ണൂർ ദന്തൽ കോളേജ്. ഒപ്പം ഒരു മെഡിക്കൽ കോളേജുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജുമുണ്ട്. എന്തായാലും ഇതിനൊന്നിനും തന്നെ ഈ പറയുന്നത് പോലെ ഭൂമി ഇവരുടേതല്ല, അതൊരു കയ്യേറിയ ഭൂമിയാണ്, സർക്കാരിൻ്റെ മിച്ച ഭൂമിയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും അവിടുത്തെ പ്രാദേശികമായ ആൾക്കാരും പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യാപകർക്ക് അറിയില്ല മാനേജ്മെൻറ്റ് ആരാണെന്ന്. ഈ മാനേജ്മെൻറ്റിനാകട്ടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. അവിടെ കോളേജ് നടത്താൻ ഒരു പ്രിൻസിപ്പളിനെ കണ്ടെത്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു കാര്യത്തിലും ഇടപെടില്ല. അവിടെ ഈ സ്വകാര്യ കോളേജാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും തലവരിപ്പണം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇനിയും അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അവിടെ പല സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിന് അതൊന്നും തന്നെ അന്വേഷിക്കാൻ താല്പര്യമില്ല. നമുക്കറിയാം, ഹരിയാനയിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ കഥ നമുക്കറിയാം. അതിൻ്റെ ചെയർമാൻ ഇന്ന് ജയിലിലാണ്. 400 കോടി രൂപയുടെ കള്ളപ്പണമാണ് തുർക്കിയിൽ നിന്ന് ആ വ്യക്തിക്ക് വന്നിരിക്കുന്നത്, ആ ട്രസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണമാണ് മുന്നോട്ട് പോവുകയും ഒപ്പം ഇതിൻ്റെ ചെയർമാൻ അടക്കമുള്ളവരെ റിമാൻഡിലാക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ ആ ഒരു കേസിൻ്റെ ചുവട് പിടിച്ചാണ് FCRAയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇതുപോലെ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ പറഞ്ഞ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ പിന്നിലും ഉണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ മലേഷ്യയിൽ തന്നെ കഴിയുന്നത്? എന്തുകൊണ്ട് ഇയാൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നില്ല? ഈ ഭൂമി തരംമാറ്റലിൽ ഒരു കൃത്രിമം നടത്തിയത് മാത്രമാണോ ഇയാളുടെ പേരിലുള്ള കേസ്? മറ്റേതെങ്കിലും കേസുകളിൽ ഇയാൾ പ്രതിയാണോ? തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും രാമരാജ്യത്തിൽ ഇതെല്ലാം സത്യത്തിനാണ് വില, രാമരാജ്യത്തിൽ നീതിക്കാണ് വില. രാമരാജ്യം ധർമ്മരാജ്യമാണ്. അതുകൊണ്ട് ഇനി ആരൊക്കെ ആശങ്കപ്പെട്ടാലും ശരി, ഈ രാമരാജ്യത്തിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരാൾക്കും നീതി കിട്ടാതിരിക്കുകയില്ല. അത് തീർച്ചയായിട്ടും നിതിൻ രാജിനും നീതി അർഹിക്കുന്നുണ്ട്. നിതിൻ രാജിനും തീർച്ചയായിട്ടും ആ നീതി ലഭിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ ഈ കപട കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളൊക്കെ ഭരിക്കുന്ന കേരളത്തിൽ അത് സാധ്യമാകുമോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ അവരെ അന്വേഷിക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസി NIA പോലെയുള്ള ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. അങ്ങനെ രാമരാജ്യത്തിൽ ഈ യാഥാർത്ഥ്യം പുറത്തു വന്ന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.